നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിൻ്റെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ്. ഒന്ന് പൊന്നാനി, മറ്റൊന്ന് മലപ്പുറം. ഇതുകൂടാതെ മറ്റൊരു മണ്ഡലം കൂടി വേണമെന്ന് കോൺഗ്രസിനോട് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ മറ്റ് ചില ഉപാധികളോടുകൂടി പിന്മാറുകയും ചെയ്തു. അങ്ങനെ ഒരു മണ്ഡലം കൂടി കിട്ടുകയായിരുന്നുവെങ്കിൽ അവിടെ യുവ നേതൃത്വത്തെ ഇറക്കാനുള്ള നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ഏതായാലും ഇക്കുറി നടക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൊന്നാനിയും മലപ്പുറത്തും മത്സരിച്ചു കൊണ്ടിരുന്ന സിറ്റിംഗ് എം പിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റവും വരുത്തി. അതായത് പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലിലെ വലത്തെ കാലിലെ മന്തെടുത്ത് ഇടത്തെ കാലിൽ വെച്ചു, ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലിലും വെച്ചു. ഇത്രയേ ഉള്ളൂ. പൊന്നാനി ഇത്തവണ UDF-നൊപ്പം ആയിരിക്കുമെന്നാണ് സമദാനി പറയുന്നത്. ലീഗിൻ്റെ അഴിമതി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനാൽ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കുമെന്നാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥി ഹംസ പറയുന്നത്. പൊന്നാനിയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതിനാൽ BJP-ക്ക് വോട്ട് ചെയ്യുമെന്നാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പ്രതികരണവും. ഒട്ടും അപരിചിതത്വമോ ആശങ്കയോ ഇല്ലാതെയാണ് മലപ്പുറത്ത് നിന്നും പൊന്നാനിയിലെത്തുന്നത്. പുതിയ തലമുറ വലിയ ആവേശത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് UDF-ഉം ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് ഇന്ന് നടപ്പാകുന്ന വെറുപ്പ്, ഉൽപ്പാദക രാഷ്ട്രീയം ഉന്മൂലനം ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് സാധിക്കും എന്നാണ് സമദാനി പറയുന്നത്. പൊന്നാനിയിൽ ഇത്തവണ LDF-ന് വോട്ടായി മാറുമെന്നാണ് മുസ്ലിം ലീഗിൽ നിന്നെത്തിയ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പ്രതികരണം. ലീഗിൽ നിരവധി അസംതൃപ്തരുണ്ട്. പുതുതലമുറയ്ക്ക് അവസരം നൽകാൻ ലീഗ് തയ്യാറാകുന്നില്ല. ലീഗ് നേതൃത്വം ഒരു കച്ചവട സംഘമാണ്. മലപ്പുറത്തുകാർ സമദാനിയെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തവണ പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് ഹംസ പറയുന്നു. പൊന്നാനി ലീഗിൻ്റെ കുത്തക മണ്ഡലമാണെന്ന വിശ്വാസമൊന്നും ഇപ്പോൾ ജനങ്ങൾക്കില്ലെന്ന് NDA സ്ഥാനാർത്ഥിയും പറയുന്നു. മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനിക്കും പൊന്നാനി MP ET മുഹമ്മദ് ബഷീറിന് ലഭിച്ച MP ഫണ്ട് ഇവർ എങ്ങനെയാണ് ചെലവഴിച്ചതെന്നതിന് വ്യക്തമായ കണക്കുകളില്ല. ഫണ്ടിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഇവർ ചെലവഴിച്ചിട്ടില്ല. മതത്തിന് അതീതമായി ചിന്തിക്കുന്നവർ ദേശീയതയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഉറപ്പാണ് എന്നാണ് നിവേദിത പറയുന്നത്. എന്തായാലും പൊന്നാനിയിൽ ഇക്കുറി പച്ചക്കൊടി താഴുമോ എന്നാണ് അറിയേണ്ടത്. അവരുടെ കോട്ടയായിരുന്നു. ആ കോട്ടയിലാണ് ലീഗിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹംസയെ CPM അങ്ങോട്ടെടുത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ അവിടെ മത്സരിപ്പിക്കുകയാണ്. എന്തായാലും ഇതൊരു പെയ്ഡ് സീറ്റാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. CPM അവിടെ തന്ത്രം മെനയുകയും ചെയ്യുന്നുണ്ട്. പൊന്നാനിയിൽ ചിലപ്പോൾ കൊടി താഴാൻ സാധ്യതയുമുണ്ട്.